ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല രുചികരമായ ഒരു ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നീളത്തിലുള്ള തിൻ സ്ട്രിപ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ നീളത്തിൽ കട്ടി കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ സോയാ സോസ്, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നൂഡിൽസ് തയ്യാറാക്കാനായ വെജിറ്റബിൾസ് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം. ക്യാപ്സിക്കം 2 കളറ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇതുപോലെ നീളത്തിൽ സ്ട്രിപ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ബീൻസ് ഒരു 1/4 കപ്പ് ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞത്. ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞെടുത്തത്. സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച പാർട്ട് ഒരു പിടി, അതുപോലെ വൈറ്റ് പാർട്ട് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം സെലറി ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 200 ഗ്രാം നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ തയ്യാറാക്കാം. നൂഡിൽസ് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ പാക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 എഗ്ഗാണ്. ഈ മുട്ടയിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിലാണ് ഞാൻ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ചിക്കൻ ചേർത്ത് ചിക്കൻ ഒന്ന് പുഴുങ്ങിയെടുക്കാം. നിങ്ങൾക്ക് ഈ ചിക്കൻ വേണമെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കുകയും ചെയ്യാം. വറുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിച്ച് വറുത്തെടുക്കുക. ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് നമുക്കിത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇതേ വെള്ളത്തിൽ നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു നല്ല ഫ്ലേവർ നൂഡിൽസിലേക്ക് വരും കേട്ടോ. നൂഡിൽസ് ചേർത്ത് ഉടനെ ഇളക്കരുത് കേട്ടോ. നൂഡിൽസ് ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽ ഉപയോഗിച്ചിട്ട് ഇത്തരം നൂഡിൽസ് ഉണ്ടാക്കാതിരിക്കുക. ഹക്ക നൂഡിൽസോ എഗ് നൂഡിൽസോ റൈസ് നൂഡിൽസോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പാക്കേജ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലെ വെള്ളം വാർത്ത് കളയാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. നല്ലപോലെ കഴുകി വെള്ളം വാർത്ത് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, സെലറി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയുള്ള കുക്കിംഗ് എല്ലാം ഹൈ ഫ്ലെയിമിൽ ഒരു ക്വിക്ക് സ്റ്റിർ ഫ്രൈ ആണ്. അതുകൊണ്ട് എല്ലാ ചേരുവകളും നിങ്ങളെ കൈ എത്തുന്ന ദൂരത്ത് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, അതോടൊപ്പം തന്നെ ക്യാപ്സിക്കം എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. നൂഡിൽസ് തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾസ് ഒരിക്കലും ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ. നല്ലൊരു സ്റ്റിർ ഫ്രൈ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു ക്രഞ്ച് ഉണ്ടല്ലോ, അത് വെജിറ്റബിൾസിനുണ്ടായിരിക്കണം. അതേസമയം ആ റോ ടേസ്റ്റ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഇതിൽ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതലായിട്ട് ചേർക്കേണ്ട, ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. കാരണം സോയാ സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്, അതിൽ നിന്ന് വീണ്ടും ഉപ്പ് വരും. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് നീക്കി വയ്ക്കാം. എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നൂഡിൽസ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നൂഡിൽസിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം ബോയിൽ ചെയ്ത ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിളും മുട്ടയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നൂഡിൽസും വെജിറ്റബിൾസും തമ്മിൽ മിക്സായിട്ട് വരണം കേട്ടോ. തീ കൂട്ടി വെക്കണം. ഒരു ക്വിക്ക് സ്റ്റിർ ഫ്രൈ ആണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം.
അതോടൊപ്പം ഒരല്പം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്, ഒരു 2-3 പിഞ്ച്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ക്യുക്കായിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ആണ്. ഇത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഉപ്പിൻ്റെ അളവ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂട് നൂഡിൽസ് സോസിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് കഴിക്കുക. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.